നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാനെതിരെയുള്ള അമേരിക്കൻ ആക്രമണങ്ങൾ 12ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും സങ്കീർണമായ ഘട്ടത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുന്നു. ഏറ്റവും പുതിയ സാങ്കേതികവിദ്യയുള്ള സ്റ്റെൽത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് മാരകമായ ആക്രമണങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഒപ്പം കൃത്യതയാർന്ന മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും. ബുധനാഴ്ച രാത്രിയിലും ഇറാനിൽ തീമഴ പെയ്യിപ്പിച്ചു അമേരിക്ക. ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയുള്ള രൂക്ഷ ആക്രമണം. ഇറാന്റെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായി തകർക്കാനുള്ള ശ്രമമാണ് ഇന്നലെ രാത്രി നമ്മൾ കണ്ടത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നെ കിടക്കുന്നുവെന്ന് പെന്റഗൺ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്നലെ 3 എണ്ണക്കപ്പലുകൾ തങ്ങൾ തടഞ്ഞിട്ടു എന്നാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത്. ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ കനത്ത ഭീതിയാണ് മേഖലയിൽ വിതച്ചിരിക്കുന്നത്. തുടർച്ചയായ ആക്രമണ ഭീഷണിയെ തുടർന്ന് ഈ പ്രധാന ജലപാതയിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ ഗതാഗതം കുത്തനെ ഇടിഞ്ഞു. ഇതിനിടയിൽ യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. ബുധനാഴ്ച ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ അവർ ആക്രമണം നടത്തി. ചെങ്കടലിനെയും ഏഷ്യൻ യൂറോപ്യൻ വ്യാപാരപാതകളെയും ബന്ധിപ്പിക്കുന്ന മറ്റൊരു തന്ത്രപ്രധാന കടൽപാതയാണ് ബാബൽ അൽ മന്ദബ്. ഈ കടലിടുക്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്നാണ് ഹൂതികൾ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഏതെങ്കിലും ഒരു കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയാൽ അതിന് പകരമായി ഇറാന്റെ പ്രമുഖമായ ഏതെങ്കിലും പാലമോ അല്ലെങ്കിൽ പവർ പ്ലാന്റോ തങ്ങൾ അപ്പോൾ തന്നെ തകർക്കും എന്ന മുന്നറിയിപ്പ് അമേരിക്ക നൽകി. ഏറ്റവും മാരകമായ ബോംബാക്രമണങ്ങൾ ഇറാനിൽ നടത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. അടുത്തയാഴ്ച പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായ ആക്രമണങ്ങൾക്ക് അമേരിക്ക പദ്ധതിയിടുന്നു. അമേരിക്ക ഇറാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമെന്ന നിലയിൽ ഗൾഫിലുടനീളം അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോഴും ഇറാൻ തുടരുന്നു. ഇറാനിൽ ആക്രമണം നടത്താൻ കനത്ത ബോംബർ വിമാനങ്ങൾ ഉടൻ വിന്യസിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്കാണ് വലിയ സ്റ്റെൽത്ത് ബോംബറുകൾ അമേരിക്ക ഇസ്രയേലിലേക്ക് കൊണ്ടുവരുന്നത്. മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ തങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറയുന്നു. ഇറാന് എണ്ണ വിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചാൽ ആ പ്രദേശത്ത് ആർക്കും എണ്ണ വിൽക്കാൻ കഴിയില്ല എന്ന് തങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. മുഹമ്മദ് ബാഗർ കാലിബാഫാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നത്. ഈ യുദ്ധത്തിന്റെ സമവാക്യം വ്യക്തമാണ്: ഒന്നുകിലെല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല. കാലിബാഫ് എക്സിലെ ഒരു പോസ്റ്റിൽ കുറിച്ചു. ഞങ്ങളുടെ പ്രതിരോധ സിദ്ധാന്തം വ്യക്തമാണ്. കണ്ണിന് പകരം കണ്ണ്. ഇറാനെതിരെ ഏതൊരു ആക്രമണവും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ശക്തവും നിർണായകവുമായ പ്രതികരണം നിർബന്ധിതരാക്കും. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി എക്സിൽ കുറിച്ചു. US ഭീഷണികൾക്ക് മുൻപിൽ യുദ്ധം വ്യാപിപ്പിക്കുകയല്ലാതെ തങ്ങൾക്ക് മറ്റു നിർവാഹമില്ല എന്ന് ഇറാൻ പറയുന്നു. ജോർദാനിലെ ചെങ്കടൽ തുറമുഖമായ അക്കാബ് ഉൾപ്പെടെ നിരവധി അറബ് മേഖലാ രാജ്യങ്ങൾക്ക് നേരെ ബുധനാഴ്ച ഇറാൻ ആക്രമണങ്ങൾ തുടർന്നിരുന്നു. കുവൈറ്റിലും ബഹ്റിനിലുമൊക്കെ മിസൈൽ ആക്രമണ മുന്നറിയിപ്പുകൾ പലതവണയാണ് നൽകിയത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, റഡാർ ഇൻസ്റ്റലേഷനുകൾ, കെട്ടിടങ്ങൾ എന്നിവയുൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെ US സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണങ്ങൾ ലക്ഷ്യമിടുന്നുവെന്ന് ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു. പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് ഗൾഫ് നഗരമായ ദമാമിലെ താമസക്കാരോട് സുരക്ഷിത അഭയസ്ഥാനം തേടാൻ ഇക്കഴിഞ്ഞ ദിവസം അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ കൂടുതൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. അപകടം ഒഴിഞ്ഞുപോയതായി പിന്നീട് ജനങ്ങളെ അറിയിച്ചു. ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള IRNA വാർത്താ ഏജൻസി നിരവധി പ്രവിശ്യകളിൽ അമേരിക്ക ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 11 ദിവസങ്ങൾക്കിടയിൽ US നടത്തിയ ആക്രമണങ്ങളിൽ 6 സ്ത്രീകളും 3 കുട്ടികളും ഉൾപ്പെടെ 53 പേർ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ വാർത്താ ഏജൻസി. ഇറാന്റെ പൂർണ്ണ ശ്രദ്ധ ഇപ്പോൾ പിക്കാക്സ് മൗണ്ടനിലേക്ക്. പേർഷ്യൻ ഭാഷയിൽ കുഹി കൊളാങ്കാസ്ല എന്നറിയപ്പെടുന്ന ഒരു ഭൂഗർഭ സമുച്ചയം. നതാൻസിലെ തന്നെ ഒരു പ്രദേശമാണ് ഇവിടം. ഇറാൻ ഒരു അപ്രഖ്യാപിത ആണവ കേന്ദ്രമായി ഈ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തുന്നുവെന്നാണ് മൊസാദ് അമേരിക്കയ്ക്ക് നൽകിയ വിവരം. 2025 ജൂണിലെ യുദ്ധത്തിന് ശേഷം ഇറാൻ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകളും 60% സമ്പുഷ്ടീകരിച്ച യുറേനിയവും പിക്കാക്സ് മൗണ്ടൻ കേന്ദ്രത്തിലേക്ക് മാറ്റി എന്നാണ് മൊസാദിന്റെ കണ്ടെത്തൽ. എന്നാൽ അമേരിക്ക ഈ മേഖല കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയാൽ അത് യുദ്ധത്തിന്റെ വലിയ വികാസമായി തങ്ങൾ കണക്കാക്കുമെന്ന് ഇറാൻ പ്രതികരിച്ചു.
ഖദം അൽ അൻബിയ സൈനിക കമാൻഡാണ് ഇത്തരമൊരു പ്രതികരണം നടത്തിയത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും പിന്തുണക്കാരുടെയും എല്ലാ താൽപ്പര്യങ്ങൾക്കും ആസ്തികൾക്കും നേരെയും ഞങ്ങൾ ആക്രമണം നടത്തുമെന്നാണ് അവരുടെ മുന്നറിയിപ്പ്. നതാൻസ് മേഖല ആക്രമിക്കാൻ അമേരിക്ക കെട്ടിച്ചമച്ചെടുത്ത ഒരു കാരണമാണ് ഇപ്പോൾ അവർ പുറത്തു പറയുന്ന കാര്യങ്ങളെന്ന് ഇറാൻ പ്രതികരിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ട്രംപ് ആവർത്തിച്ചു പറയുന്നത് ഈ മേഖല കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങളെക്കുറിച്ച്. പിക്കാക്സ് പർവ്വത മേഖല വളരെ വേഗം ആക്രമിക്കപ്പെടുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് നൽകുന്ന മുന്നറിയിപ്പ്. ബോംബർമാർ ഈ മേഖല ലക്ഷ്യമിടുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. US ആക്രമണങ്ങൾ രൂക്ഷമാകുന്നതിന് മറുപടിയെന്നോണം ഇറാൻ ഇസ്രായേലിനെതിരെ മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യം സംജാതമായാൽ ഇസ്രായേൽ കൂടി യുദ്ധരംഗത്തെത്തും. ഈ സാഹചര്യത്തിലേക്ക് ഇസ്രായേലിനെ സജ്ജമാക്കുകയാണ് നെതന്യാഹു. ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ തയ്യാറെടുപ്പുകൾ തുടങ്ങി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകളിൽ ഇന്നലെ രാത്രി അതിശക്തമായ തയ്യാറെടുപ്പുകളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെ തലവൻ 2 ആഴ്ച മുൻപ് ഇറാൻ യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വാഷിംഗ്ടണിലെത്തിയിരുന്നു. അധികാരമേറ്റതിനു ശേഷം US തലസ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനം. ഇതിനിടയിൽ CIA ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫുമായും വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥരുമായും മൊസാദ് തലവൻ ചർച്ച നടത്തി. തൻ്റെ സൈനികർക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത് ഒരാഴ്ച കൂടി. അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഇറാനെ പൂർണ്ണമായും തച്ചു തകർക്കണം. അതിനുവേണ്ടി ഏറ്റവും മാരകമായ ബോംബറുകൾ ഇസ്രായേലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, അമേരിക്കയ്ക്കുള്ള പ്രത്യാക്രമണമെന്ന നിലയിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം ശക്തിപ്പെടുത്തുക മാത്രമാണ് ഇറാന് മുന്നിലുള്ള പോംവഴി. ഇസ്രായേലിന് നേരെ കടന്നാക്രമണത്തിനൊരുങ്ങിയാൽ ഇപ്പോൾ യുദ്ധ തലത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഇസ്രായേൽ കൂടുതൽ സംഹാര താണ്ഡവം നടത്തും ഇറാനിൽ. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇറാൻ നടത്തുന്നത്. അവരുടെ തന്ത്രം വ്യക്തമാണ്. ശത്രു ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം പ്രതിരോധത്തിൽ ഊന്നി നിൽക്കുക. ഇതിനിടയിൽ സൗദി അറേബ്യയുമായി സിവിൽ ആണവ സഹകരണ കരാറിൽ ട്രംപ് ഭരണകൂടം ഒപ്പുവെച്ചു. ഇതും ഇറാൻ ഭരണകൂടത്തെ അസ്വസ്ഥരാക്കുന്നു. ചുരുക്കത്തിൽ ഏറ്റവും ശക്തമായ ആക്രമണ തലത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തിന് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.